അപ്പോൾ ഇനി അടുത്ത വാർത്ത ഞാൻ പറഞ്ഞു വന്നത് കൊല്ലത്ത് നിന്നാണ്. കൊല്ലം അച്ചൻകോവിൽ ആദിവാസി ഊരുകളിൽ നരക ജീവിതം നയിക്കുന്നവരെ തിരിഞ്ഞു നോക്കാതെ ST പ്രൊമോട്ടർമാർ. ആദിവാസി കുടുംബങ്ങൾ കഴിയുന്നത് വൈദ്യുതിയും വെള്ളവും ഇല്ലാതെയാണ്. സർക്കാർ അനുവദിക്കുന്ന ഭക്ഷ്യക്കിറ്റുകളും ആദിവാസി കുടുംബങ്ങൾക്ക് ലഭിക്കുന്നില്ല. ആധാർ കാർഡ് പോലും ഇല്ലാത്ത നിരവധി പേരാണ് ആദിവാസി ഊരുകളിൽ കഴിയുന്നത്. അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ നമുക്ക് ആദ്യം കേൾക്കാം. അതിനുശേഷം വിശദാംശങ്ങളുമായിട്ട് ഷമീർ നമുക്കൊപ്പം ചേരും. ഇതുവരെയായിട്ട് എനിക്കൊരു ആധാറോ ഐഡൻറ്റി കാർഡോ വീടോ റേഷൻ കാർഡോ ഇതുവരെ എനിക്ക് ആവശ്യമില്ല. ഞാൻ ഇത്രയും വർഷമായിട്ട് താമസിക്കുന്ന ഈ ഷെഡിലാണ് താമസിക്കുന്നത്. ഞാനും എൻ്റെ ഭർത്താവും താമസിക്കുന്ന ഈ വീട്ടിലാണ്. പിന്നെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ ഒരു വീടുണ്ട്. അതിനകത്ത് അച്ഛനും അമ്മയും ഇളയത്തങ്ങളും താമസിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഞങ്ങൾ താമസിക്കുക ശരിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഷെഡ് മാത്രമേ ഉള്ളൂ. ഈ ഷെഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇത്ര വർഷമായിട്ട്. ഈ 10 വർഷമായിട്ട് ഇതുവരെ ഒരു വീടോ വീടിൻ്റെ ഒന്നും ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ കോലഞ്ചിയെല്ലാം തിന്ന് വലിയ തെങ്ങിന് ഒരു ഇടിയും ഇടിച്ചു. ഇങ്ങാക്കരയിലുള്ള കൊച്ചു തെങ്ങിൻ്റെ ഒരു ഓല ഒടിച്ചു. അപ്പം ഇനി മനുഷ്യനെ കൊന്നാൽ പിന്നെയാണ് ഇതിനകത്ത് ഇട്ടതായിരുന്നത്. പൈപ്പ് കട്ടാക്കി ഇട്ടതെന്ന് പിന്നീട് ഞാനിപ്പം തോട്ടിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ഒരു കലത്തിനകത്താണ് ഞാൻ വെള്ളം കൊണ്ടുവന്ന് പിള്ളേർക്ക് കഞ്ഞി വെച്ച് കൊടുക്കുന്നത്, കുളിക്കുന്നതും എല്ലാം. വീട് വരെ കഴുകണമെങ്കിൽ അവിടെ നിന്ന് കോരിക്കൊണ്ട് ചുമന്നു കൊണ്ടുവേണം വീട് കഴുകി ഇറക്കാനും തൂത്തുവാരി ഇടാനും എല്ലാം. തോട്ടിലെ വെള്ളമാണ് ഞങ്ങൾ കുടിക്കുന്നതും ആഹാരം വെച്ച് കഴിക്കുന്നതും. ഷമീർ അബ്ദുൾ വിശദാംശങ്ങളുമായി തത്സമയമുണ്ട്. ഷമീർ, ഗുഡ് മോർണിംഗ്. ആദിവാസികളുടെ ഉന്നമനത്തിനും അവരുടെ ക്ഷേമത്തിനുമൊക്കെ വേണ്ടി കുന്നോളം പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. കേന്ദ്ര പദ്ധതികൾ വേറെയുണ്ട്. പക്ഷേ ഇതൊന്നും അർഹരുടെ കയ്യിലേക്ക് എത്തുന്നില്ല. വെള്ളമില്ലാതെ, വൈദ്യുതി ഇല്ലാതെ ഈ നൂറ്റാണ്ടിലും ഒരു വിഭാഗം മനുഷ്യർ ജീവിക്കുന്നുണ്ട് എന്നുള്ളതിനെ സങ്കടത്തോടു കൂടി മാത്രമേ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നുള്ളൂ. വിവരങ്ങൾ എങ്ങനെയാണ്? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മൾ ഇത്തരത്തിൽ അവിടെ കുട്ടികൾക്ക് മുലപ്പാൽ നൽകാൻ കഴിയാതെ, ഭാരക്കുറവുള്ള കുട്ടികൾക്ക് മുലപ്പാൽ നൽകാൻ കഴിയാതെ ചൂടുവെള്ളം തണുപ്പിച്ച ശേഷം കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ആദിവാസി കോളനിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത്. അതേ ആദിവാസി കോളനിയിലുള്ള ആളുകളുടെ പ്രതികരണങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇങ്ങനെ എന്തെങ്കിലും മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോൾ മാത്രം ആ സമയത്തേക്ക് ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതിനുശേഷം ഒരാഴ്ച പിന്നിടുമ്പോൾ വീണ്ടും പഴയ പടിയിലേക്ക് തന്നെയായിരിക്കും ഇവരുടെ ജീവിതങ്ങൾ മുന്നോട്ട് പോവുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർക്ക് വൈദ്യുതിയില്ല, ഒപ്പം തന്നെ ആധാർ കാർഡ് പോലുള്ള രേഖകളില്ല, വന്യമൃഗ അക്രമമുണ്ട്, അതുപോലെ തന്നെ മലിനജലം കുടിച്ചാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെ ഒരു നരക ജീവിതം നയിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമുക്കിടയിൽ ഈ കാലഘട്ടത്തും ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരുടെയൊക്കെ സംരക്ഷണത്തിനായി നേരത്തെ സേതു പറഞ്ഞതുപോലെ കുന്നോളം പദ്ധതികൾ ഉണ്ടെങ്കിലും ഒരു പദ്ധതി പോലും ഇവരുടെ കൈകളിലേക്ക് എത്തുന്നില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. ആദിവാസി അച്ചൻകോവിലെ ആദിവാസി ഉന്നതികളിലെ ഈ ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അതായത് പഠിക്കാൻ കഴിവുള്ള നിരവധി കുട്ടികൾ അവിടെ ഉണ്ട്, പക്ഷേ അവർക്കൊന്നും പഠിക്കാൻ സാധിക്കാ. ശരി ഷമീറെ, ഈ പറഞ്ഞ പോലെ അർഹരുടെ കയ്യിലേക്ക് കാര്യങ്ങളൊന്നും എത്തുന്നില്ല എന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അധികാരികളുടെ ശ്രദ്ധയിലേക്ക്, മന്ത്രിയുടെ അടക്കം ശ്രദ്ധയിലേക്ക് ഈ കാഴ്ചകൾ വയ്ക്കുകയാണ്. ആദിവാസി സമൂഹത്തെ ചേർത്ത് പിടിക്കേണ്ടതും അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കേണ്ടതും ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്വവുമാണ്. പ്രത്യേകിച്ച് സർക്കാരിന് കീഴിൽ ഇത്രയേറെ പദ്ധതികളുണ്ട്. അവർക്ക് വേണ്ടി ബജറ്റിലടക്കം കാശ് പണവും നീക്കി വയ്ക്കുന്നതാണ്. എന്നിട്ടും വെള്ളമില്ലാതെ, അതായത് അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ, വെള്ളവും വൈദ്യുതി എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളാണ്, അതുപോലും ഇല്ലാതെ ഇപ്പോഴും നരക ജീവിതം നയിക്കുകയാണ്. ഒരു ആധാർ കാർഡ് പോലും, ഈ രാജ്യത്തെ പൗരത്വം പോലും പല ഘട്ടങ്ങളിൽ പലരിലും ചോദ്യം ചെയ്യപ്പെടുന്ന ഈ ഘട്ടത്തിൽ ഒരു ആധാർ കാർഡ് പോലും ഇല്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ നമുക്കിടയിലുണ്ട്. ഇങ്ങനെ ഇതിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഷമീർ, കേൾക്കാമോ? ഷമീർ, നേരത്തെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു. ഷമീർ, തുടർന്നോളൂ. സേതു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു കൂട്ടം മനുഷ്യർ നമുക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ട്. അവരെ ഒന്നും തന്നെ പരിഗണിക്കാനോ അവർക്ക് വേണ്ടത്ര ധനസഹായം നൽകാനോ നമ്മുടെ സർക്കാരുകൾ തയ്യാറാകുന്നില്ല. നേരത്തെ സേതു പറഞ്ഞതുപോലെ കുന്നോളം പദ്ധതികൾ ഇവർക്കായി ഉണ്ടെങ്കിലും ഒരു രൂപ പോലും ഇവരുടെ അടുത്തേക്ക് എത്തുന്നില്ല. പഠിക്കാൻ കഴിവുള്ള മിടുക്കരായ കുട്ടികൾ പാതി വഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കുന്നു. ഒപ്പം തന്നെ വൈദ്യുതിയില്ല, ശുദ്ധജലമില്ല, വൈദ്യുതി കണക്ഷനുകൾ
വിച്ഛേദിക്കുന്നു, മികച്ച പോഷകാഹാരങ്ങൾ ഇവർക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ ദുരിത ജീവിതം നയിക്കുന്നവരാണ് ഈ അച്ചൻകോവിൽ കാട്ടിനുള്ളിൽ താമസിക്കുന്ന ആദിവാസി വിഭാഗങ്ങൾ. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഇവിടെ കുഞ്ഞുങ്ങൾക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുത്തു, മുലപ്പാലില്ലാത്തതിനാൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുത്ത് ജീവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയാണ്. ആ കുടുംബത്തിലെ മഞ്ജുവിൻ്റെയും സുനിലിൻ്റെയും കുട്ടികളുടെ ഇരട്ട കുട്ടികളുടെ അവസ്ഥ പുറത്തു വന്നതിന് ശേഷം അവരെ ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മികച്ച പോഷകാഹാരങ്ങൾ, ഒപ്പം തന്നെ സർക്കാരിൽ ലഭിക്കുന്ന സൗജന്യ ഭക്ഷ്യക്കിറ്റുകൾ ഇവയൊന്നും തന്നെ ഇവർക്ക് ലഭിക്കാത്തൊരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഇവരുടെ ദുരിതാവസ്ഥ പുറത്തേക്ക് വന്നത്. പക്ഷേ ആ സമയത്ത്, വാർത്ത വരുന്ന സമയത്ത് മാത്രം നമ്മുടെ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുകയും ഒരാഴ്ച പിന്നിടുമ്പോൾ ആ അവസ്ഥയ്ക്ക് പിന്നീട് യാതൊരു പരിഹാരം ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഇന്നലെ റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ തന്നെ മന്ത്രി അതിൽ അന്വേഷിക്കാൻ ഉത്തരവിട്ടു. ആ അന്വേഷണം നടക്കുന്നു. പക്ഷേ അവർക്ക് വേണ്ടത് മന്ത്രി ആ സ്ഥലത്തെത്തി ഉദ്യോഗസ്ഥരെ വിളിച്ചുകൂട്ടി അവിടെ വെച്ചൊരു ചർച്ച നടത്തി അവരുടെ ജീവിതം നേരിട്ടറിയുക എന്നുള്ളതാണ്. ആദിവാസികളെ ഇങ്ങനെ അവഗണിക്കേണ്ട വിഭാഗം അല്ല എന്നുകൂടിയാണ് ഈ തരുണത്തിൽ ഇവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ പോലും അവിടെ വിവാഹം ചെയ്യുന്നു, അവർ ഗർഭം ധരിക്കുന്നു, അവരുടെ കുട്ടികൾക്ക് മികച്ച പോഷകാഹാരം ലഭിക്കാതെ വരുന്നു. അങ്ങനെ നിരവധി കുടുംബങ്ങളാണ് ആദിവാസി അച്ചൻകോവിലിലെ ഉന്നതിയിൽ താമസിക്കുന്ന കുട്ടികളും അവരുടെ കുടുംബാംഗങ്ങളും. നമുക്കറിയാം, വൈദ്യുതി ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം. വൈദ്യുത ലൈനുകളൊക്കെ തന്നെ അതുവഴി പോകുന്നെങ്കിലും ഇവർക്ക് വൈദ്യുതി നിഷേധിക്കുകയാണ്. മതിയായ രേഖകളില്ലാത്തതിൻ്റെ പേരിൽ വൈദ്യുതി നിഷേധിക്കുകയാണ്. ഇത്തരത്തിലുള്ള കുടുംബങ്ങളെ സംരക്ഷിക്കണം സർക്കാർ നേരിട്ട് തന്നെ, മന്ത്രിമാർ നേരിട്ട് തന്നെ ഈ ആദിവാസി ഉന്നതികളിലെത്തി ഒരു യോഗം നമുക്ക് പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാം. ഷമീർ, ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നും ഇവർക്കൊപ്പം നിൽക്കുന്ന ഒരു അധികാര സമൂഹം അല്ലെങ്കിൽ അധികാരികൾ ഇവർക്കൊപ്പം നിൽക്കുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തൊരു വാർത്തയിലേക്ക് പ്രധാന